BJP കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമെന്ന് കരുതുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലല്ല, കേരളം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കില്ല. അത് ശരിയല്ല, നിയമം മണ്ഡലത്തിൽ കഴിഞ്ഞോടെ. അല്ല, അത് എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയാം. അത് പോയിട്ട് അതിന് പറഞ്ഞൊരു കാര്യമില്ല. അതിൽ യാദൃച്ഛമായ ചില സംഭവങ്ങളുണ്ടാകാം, അത് വെച്ചിട്ട് കണക്കാക്കാൻ പറ്റില്ല. BJPയുടെ പൂർവ്വകാല ചരിത്രം എന്താണ്? അടൽ ബിഹാരി വാജ്പേയിയേക്കാൾ വലിയൊരു നേതാവ് അവർക്കുണ്ടോ? അദ്ദേഹം പിന്നെ ഒരാളും രണ്ടുപേരുമാണ് പാർലമെൻറ്റിലിരുന്നത്. അദ്വാനിയും അവർ രണ്ടുപേരും മാത്രമല്ല. പിന്നീട് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥ വന്നു. അത് തിരിച്ചും വരാം. അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ടെന്ന് കയറ്റം ഇറക്കമല്ല ജനങ്ങളെ തീരുമാനിക്കുന്നത്. ജനങ്ങളിലാണ് ഞങ്ങൾ. BJPക്ക് കേരളത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. അവർക്ക് തന്നെ വകയില്ലല്ലോ. അവരുടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇപ്പോൾ എത്ര മാസം എടുത്തവർ. എന്നിട്ടിപ്പോൾ എന്താ കടിപിടി? ഇതാണോ ഒരു ഇന്ത്യ ഭരിക്കുന്നവർ നടത്തേണ്ടത്? ഒരു സീറ്റിന് വേണ്ടി കടിപിടി കൂടി ജനങ്ങളുടെ മുമ്പിൽ അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, മറ്റാൾ അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം. ഞങ്ങൾ 24 മണിക്കൂറുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പേര് അനൗൺസ് ചെയ്ത് ഞങ്ങൾ പിന്നെ കമ്മിറ്റി പിരിച്ചുവിട്ട് ഇലക്ഷന് പോയല്ലോ. എന്താ കഴിയാത്തവർക്കില്ല?